മറ്റുള്ള ഹിഫ്ള് കോളേജുകളിൽ നിന്ന് പഠിച്ച് ഇറങ്ങിയ കുട്ടികളെക്കാൾ കൂടുതൽ കുറച്ച് ഡെപ്ത്, അഥവാ ശൈലി ഒന്ന്. രണ്ടാമത് തജ്വീദ്. അതാ ഞാൻ പറഞ്ഞ ഡെപ്ത് എന്നുള്ളതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് കൃത്യമായി ഖുർആനിൻ്റെ തജ്വീദ് നിയമങ്ങളോടുകൂടെ, പരിശുദ്ധമായ ഖുർആനിൻ്റെ നിയമ തത്വ സംഹിതയോടുകൂടെ അതിനെ അനുധാവനം ചെയ്തിട്ടുള്ളൊരു പാരായണ ശൈലി ഫുർഖാനിയയുടെ പ്രൊഡക്റ്റുകളിൽ കൃത്യമായി കാണുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു മുടിനാരിട കീറിയിട്ട് ഖുർആനിനെ വിശകലനം ചെയ്യുന്ന ഒരു കലാലയമാണ്. ഈ കലാലയം ഒന്നുകൂടി മാലോകരിലേക്ക് വിളംബരം ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ എല്ലാം നമ്മളാണ്. വേറെ ആരും ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഭാരവാഹികൾക്ക് പരിമിതിയുണ്ട്. ഞാൻ പറയട്ടെ, ഇവിടെ പഠിച്ച ഒരു പറ്റം വിദ്യാർത്ഥി വിഭാഗം, നമുക്ക് ഒന്ന് സോഷ്യൽ മീഡിയ സംവിധാനങ്ങൾ, രണ്ടാമത്തത് പ്രിന്റഡ് സംവിധാനങ്ങൾ, മൂന്നാമത്തത് സ്റ്റേജ് വേദി സംവിധാനങ്ങൾ, നാലാമത്തത് ഇതിൻ്റെ യൂണിയൻ ഭാരവാഹികളെ സംബന്ധിച്ചിടത്തോളം പൂർവ്വ വിദ്യാർത്ഥി സംഘത്തിൽ തന്നെ നമുക്ക് കൃത്യമായ പ്ലാനിങ്ങോടുകൂടെ ഭാവി പരിപാടികളുടെ ആവിഷ്കാരങ്ങൾ, ഇങ്ങനെ ഈ ഫുർഖാനിയ എന്ന് പറയുന്ന സമുച്ചയത്തെ കേരളത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ ആവശ്യമായ കർമ്മസപര്യകളെപ്പറ്റി നമ്മൾ ഒരു ഊഷ്മളമായ ഒരു ചൂടുള്ള ചർച്ചയ്ക്ക് വേദി ഒരുക്കി കഴിഞ്ഞാൽ അത് വളരെ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുകയാണ്. കാരണം ഇതിൽ വേറൊരു കാര്യം കൂടി ഞാൻ മനസ്സിലാക്കുന്നത്, ഫുർഖാനിയയിലേക്ക് ചേക്കേറുന്ന പല പഠിതാക്കളും മറ്റേതോ സ്ഥാപനത്തിലെ പ്രൊഡക്റ്റുകളായിട്ടാണ് വരുന്നത്. അപ്പോൾ അവർ മുൻകാലങ്ങളിൽ വിദ്യാർത്ഥി യൂണിയൻ്റെ തലപ്പത്തിരുന്ന ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ സിസ്റ്റം കൃത്യമായി അതിൻ്റെ കരിഷ്മാറ്റിക് സിസ്റ്റം വളരെ വ്യക്തമായിട്ട് അറിയുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്റ്റുകൾ എന്ന് പറയുന്നത് മറ്റുള്ള സ്ഥാപനങ്ങളുടെ പ്രൊഡക്റ്റുകളെക്കാൾ എക്സ്പേർട്ടഡാണ്. രണ്ടാമത് കഴിവുറ്റ ആൾക്കാരാണ്, നല്ല കഴിവുറ്റ ആൾക്കാരാണ്. ഈ കഴിവുറ്റ പ്രതിഭകളൊക്കെ തന്നെ വ്യത്യസ്ത ധ്രുവങ്ങളിൽ ഇങ്ങനെ മാറി നിൽക്കുന്നത് വലിയ സങ്കടമുള്ള കാര്യമാണ്. ഇപ്പം എനിക്ക് പറയാനുള്ളത്, പങ്കെടുത്ത വിദ്യാർത്ഥി യൂണിയൻ്റെ ഭാരവാഹികൾ ഇവിടുന്ന് പഠിച്ചിറങ്ങിയ മൊത്തം ആളുകളുടെ ഒരു ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കി കഴിഞ്ഞാൽ ആർക്കൊക്കെ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു, അറ്റൻഡ് ചെയ്യാൻ സാധിക്കാതെ പോയവർക്ക് എന്തുകൊണ്ടാണ് ആബ്സെന്റ് ആകേണ്ടി വന്നത്, അവരുടെ പ്രസൻസ് ഇവിടെ ഇല്ലാതിരിക്കാൻ കാരണം എന്ത് എന്നുള്ളതെങ്കിലും ചെറിയ രീതിയിലൊന്ന് അന്വേഷിക്കാൻ സാധിക്കും. കാരണം ഇത് കൊല്ലത്തിലൊരിക്കൽ ഇതൊരു ഇവൻ്റാണ്, ഇത് ശരിക്കും ഒരു വലിയൊരു ചരിത്രമാണ്. ഈ ചരിത്രത്തിൻ്റെ ഭാഗമാവാൻ സത്യത്തിൽ നമ്മളൊക്കെ ഈ വന്ന പല ആൾക്കാരും, ഞാൻ കണ്ട് പരിചയപ്പെട്ടവരോടൊക്കെ പേരും നാടൊക്കെ ചോദിക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് ദൂരെ സ്ഥലങ്ങളിലുള്ള ആൾക്കാരാണ്. അപ്പം ഇതിനായിട്ട് ശരിക്ക് കച്ച കെട്ടി തയ്യാറായി സന്നദ്ധരായിട്ട് ഇറങ്ങി വന്ന ആൾക്കാരാണ്. വിദേശത്തുള്ള ആൾക്കാർ വിദേശത്തെ ജോലിയുമായി ബന്ധപ്പെട്ട് അവർ വ്യാപൃതരായിരിക്കും. അപ്പോൾ അവരെ പറ്റി നമുക്ക് കൂടുതൽ കൂലങ്കഷമായിട്ട് ആലോചിക്കേണ്ട കാര്യമില്ല. മാത്രമല്ല, നാട്ടിലുള്ള ആളുകൾക്ക് എന്തുകൊണ്ട് എത്തിപ്പെടാൻ സാധിക്കാതെ പോയി, അല്ല ഇവിടുന്ന് പഠിച്ചതിന് ശേഷം അത്ര വലിയ ഒരു പ്രബുദ്ധതയോ പ്രതിബദ്ധതയോ പ്രകടിപ്പിക്കാൻ എന്തെങ്കിലും ആലസ്യം, സാധാരണ രീതിയിൽ പഠിച്ച സ്ഥാപനത്തിലേക്ക് തിരിച്ചു വരാനുള്ള കോംപ്ലക്സ്, നമ്മൾ വിദ്യാർത്ഥി സമ്മേളനം ആയതുകൊണ്ട് നമ്മൾ സമാന ചിന്താഗതിക്കാരായ ആളുകളുടെ ഇട്ടാവട്ടത്തിൽ നടക്കുന്ന ഒരു ചർച്ച എന്നുള്ള രീതിയിൽ ഇതൊന്നും കാട് കയറി പോകേണ്ട കാര്യമില്ല. രണ്ടാമത്തത് വരാനുള്ള ഒരു ആലസ്യം, എങ്ങനെ വരും, അല്ലെങ്കിൽ ഒരുപാടായി പോയിട്ട് ഇനി എങ്ങനെ ഫേസ് ചെയ്യുന്നുള്ള കോംപ്ലക്സ് ആണ്. നമുക്കൊന്നും അതിൻ്റെ കാര്യമില്ല. കാരണം ഇത് നമ്മളാണ്, വേറെ സ്ഥാപനങ്ങളെ പോലെയല്ല. വേറെ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായ സോഴ്സുകൾ ഉണ്ടാവും, ഇൻകം സോഴ്സുകൾ വേറെ ഉണ്ടാകും. അപ്പം ഇതിൻ്റെ ആശയം നമ്മളാണ്, ഇതിൻ്റെ സത്ത, ആത്മാവ്, സോള് അതും നമ്മളാണ്. ആ അർത്ഥത്തിൽ ഇതിനെ പരിപോഷിപ്പിച്ചു കൊണ്ടുപോകുക എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ നടക്കേണ്ട ഒരു വലിയ ആശയമാണ്.